വാഹന പുക പരിശോധനാ കേന്ദ്രത്തിന്റെ ID സസ്പെൻഡ് ചെയ്ത മോട്ടോർ വാഹന വകുപ്പ്. നടപടി ജനം TV വാർത്തയെ തുടർന്ന്. പരിശോധനകളില്ലാതെ വ്യാജമായ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നുവെന്നായിരുന്നു ജനം TV വാർത്ത. മാനന്തവാടിയിൽ സർവീസ് നടത്തിയ KSRTC ബസ്സുകൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകിയെന്നതാണ് ജനം TV പുറത്തുകൊണ്ടുവന്നത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ജനം TV പുറത്തുകൊണ്ടുവന്ന വാർത്തയിൽ ഒരു നടപടിയെടുത്തിരിക്കുന്നു. ഈ വാഹന പുക പരിശോധന കേന്ദ്രത്തിന്റെ മറവിൽ വലിയൊരു ചട്ടവിരുദ്ധമായാണ് പല കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്. ഒപ്പം പല വാഹനങ്ങളും നിരത്തിൽ ഓടുന്നതും ഇത്തരം ചട്ടവിരുദ്ധമായി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ഒരു നടപടി സ്വീകരിക്കാനുണ്ടായ കാരണം? അശ്വതി, തിരുവനന്തപുരം വികാസ് ഭവന് സമീപമായി പ്രവർത്തിക്കുന്ന KSRTCയുടെ നേതൃത്വത്തിലുള്ള KSRTCയുടെ നിയന്ത്രണത്തിലുള്ള വാഹനപുക പരിശോധനാ കേന്ദ്രത്തിലാണ് വ്യാജമായ വാഹനപുക പരിശോധനാ സർട്ടിഫിക്കറ്റുകൾ നൽകി എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വാർത്ത ജനം TV പുറത്തുവിട്ടത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം RTO നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് KSRTCയുടെ നേതൃത്വത്തിൽ വളരെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു KSRTC പൊല്യൂഷൻ അല്ലെങ്കിൽ പുക പരിശോധനാ കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത്. ഈ തുടക്കം കുറിച്ചതിൽ മുതൽ തന്നെ KSRTCയുടെ ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് 2 താൽക്കാലിക ജീവനക്കാരെയും ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു KSRTCയുടെ നേതൃത്വത്തിൽ നേരിട്ട് സർക്കാർ തന്നെ നടത്തിയ വാഹനപുക പരിശോധനാ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് ജനം TV ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തുവിട്ടത്. ആ പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ RTO ശേഖരിക്കുകയും RTO പരിശോധന നടത്തുകയും ചെയ്തു. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുകയും ചെയ്തു. ആ പരിശോധനയിൽ ജനം TV പുറത്തുവിട്ട വാർത്ത പൂർണ്ണമായും ശരിയാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പുക പരിശോധന കേന്ദ്രത്തിൻ്റെ ID റദ്ദ് ചെയ്തുകൊണ്ടുള്ള നീക്കത്തിലേക്ക് തിരുവനന്തപുരം RTO കടന്നിരിക്കുന്നത്. വാർത്ത ഇത്തരത്തിലായിരുന്നു. പ്രധാനമായും വ്യാജമായ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ നിരന്തരമായി KSRTCയുടെ നിയന്ത്രണത്തിലുള്ള ഈ ഒരു പുക പരിശോധനാ കേന്ദ്രത്തിൽ നിന്ന് നൽകി എന്ന് സംബന്ധിച്ചുള്ളതായിരുന്നു വാർത്ത. അത് ഏറ്റവും പ്രധാനമായി നമ്മൾ രേഖകൾ പരിശോധിച്ചത് ഇത്തരത്തിലാണ്. പ്രധാനമായും KSRTCയുടെ വിവിധ കാലയളവിലുള്ള രജിസ്റ്റർ ചെയ്തുള്ള KSRTC ബസ്സുകളുടെ ഒരേ തരത്തിലുള്ള പൊല്യൂഷൻ തോതാണ് സർട്ടിഫിക്കറ്റിനായി നൽകുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 1989 രജിസ്റ്റർ ചെയ്ത KSRTC ബസ്സിൻ്റെയും 2016 രജിസ്റ്റർ ചെയ്ത KSRTC ബസ്സിൻ്റെയും പൊല്യൂഷൻ തോത് അല്ലെങ്കിൽ പുകയുടെ കണക്ക്, ആ തോത് പരിശോധിക്കുമ്പോൾ എല്ലാം പുകയുടെ തോതും ഒരേ തരത്തിൽ. അങ്ങനെ നമ്മൾ 30-ലധികം രേഖകൾ പരിശോധിച്ചപ്പോൾ അത് തട്ടിപ്പാണെന്ന് ആദ്യം മനസ്സിലായി. അതേ സമാനമായ സാഹചര്യം മറ്റൊന്ന് നിലനിന്നിരുന്നത് മാനന്തവാടിയിൽ ഓർഡിനറിയായി സർവീസ് നടത്തുന്ന, വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ ഓർഡിനറിയായി സർവീസ് നടത്തുന്ന KSRTC ബസ് സർവീസ് നടത്തുന്ന ദിവസം, അന്നേ ദിവസം തന്നെ സർവീസ് നടത്തിയിരുന്നു. ആ ദിവസം തിരുവനന്തപുരത്തെത്തി ആ KSRTC ബസ് പൊല്യൂഷൻ ടെസ്റ്റ് നടത്തി, പുക പരിശോധന നടത്തി എന്ന സർട്ടിഫിക്കറ്റ്, ആ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നമ്മൾ പരിശോധിച്ചപ്പോഴും ബസ് മാനന്തവാടിയിൽ ഉള്ള സമയത്ത് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി എന്ന സംബന്ധിച്ചുള്ള കൃത്യമായ രേഖ ജനം TV പുറത്തുവിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരം ഈ ഒരു തരത്തിൽ വാഹനപുക പരിശോധനാ കേന്ദ്രത്തിൽ പുക പരിശോധിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. കാരണം ഈ പുക പരിശോധനാ കേന്ദ്രത്തിൽ ആദ്യം എത്തുന്ന അല്ലെങ്കിൽ പുക പരിശോധനയ്ക്ക് എത്തുന്ന വാഹനത്തിൻ്റെ ഫോട്ടോ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. സമാനമായ രീതിയിൽ പുക പരിശോധനാ കേന്ദ്രവും ഇതിൻ്റെ ഓഫീസ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്ന തരത്തിൽ അതിൻ്റെ വീഡിയോ ദൃശ്യം പകർത്തി ഈ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുമുണ്ട്. അത്തരത്തിലുള്ള ഒരു നടപടിക്രമവും അവിടെ പാലിച്ചിട്ടില്ല. പകരമായി നടത്തിയ തട്ടിപ്പ് എന്ന് പറയുന്നത് ആ ഓഫീസിനകത്തുള്ള കസേരയും മേശയും ഇട്ടിരിക്കുന്ന ആ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് വെറും ഫോട്ടോയുടെ പിൻബലത്തിൽ എവിടെയോ കിടക്കുന്ന ബസ്സിൻ്റെ അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോകളുടെ അടിസ്ഥാനത്തിൽ വ്യാജമായ സർട്ടിഫിക്കറ്റ് നൽകുന്ന സാഹചര്യമായിരുന്നു KSRTCയുടെ നേതൃത്വത്തിൽ നടന്ന പൊല്യൂഷൻ
കേന്ദ്രത്തിൽ നടന്നത്. ആ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ അവിടെ നിന്ന് നൽകിയതെല്ലാം പൂർണ്ണമായി വ്യാജം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജനം TV വാർത്ത പുറത്തുവിട്ടത്. അന്ന് തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു. ആ പരിശോധനയിൽ കൃത്യമായ രീതിയിൽ ഉദ്യോഗസ്ഥർ അവിടെയുള്ള KSRTCയിലെ ജീവനക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ KSRTC ജീവനക്കാർക്ക് കഴിയാത്ത സാഹചര്യം. തുടർന്ന് വിവിധ രേഖകൾ പരിശോധിച്ചപ്പോൾ, മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചപ്പോൾ ആ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിലാണ്. ഇപ്പോൾ അവിടെ KSRTC വികാസ് ഭവന് സമീപത്തായിട്ടുള്ള പ്രവർത്തിക്കുന്ന പൊല്യൂഷൻ കേന്ദ്രത്തിൽ നിന്ന് നൽകിയ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ വ്യാജമായ തരത്തിൽ നൽകിയത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് രേഖകളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം RTO കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പൊല്യൂഷൻ കേന്ദ്രത്തിൻ്റെ ID റദ്ദു ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നിരിക്കുന്നത്. അശ്വതി. തീർച്ചയായും വിനീഷ്, ജനം TV പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ നടപടിയെടുത്തിരിക്കുന്നു. പരിശോധനകളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇത്തരത്തിൽ വ്യാജമായ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടിരുന്നത്. മാനന്തവാടിയിൽ സർവീസ് നടത്തിയ KSRTC ബസ്സുകൾക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകി വലിയ തോതിലൊരു പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കിയിരിക്കുന്നത്. ജനം TV ആണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.